പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് മെക്കാനിക്കൽ ഡൈജഷനെ കുറിച്ചാണ്. മെക്കാനിക്കൽ ഡൈജഷൻ്റെ ഭാഗങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് മൗത്ത് എന്ന് പറയുന്നത്. പഠിച്ചാണല്ലേ. ടീത്ത് ഹെൽപ്പ് ടു ബൈറ്റ് ഇൻ ടു പീസ് ആൻഡ് ച്യൂ ദ ഫുഡ്. അതായത് പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരക്കാനൊക്കെ സഹായിക്കുന്നു. ചവച്ചരക്കാൻ വേണ്ടി നമ്മുടെ നാക്ക്, അതുപോലെ തന്നെ ഉമിനീര്, ടങ്ക്, സലൈവ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇനി പല്ലിൻ്റെ ഘടനയെക്കുറിച്ച്, സ്ട്രക്ചർ ഓഫ് ടൂത്തിനെ കുറിച്ചാണ് ഇതിൽ പറയണത്. ഒന്നാമത്തത് ഇനാമലാണ്. ഇനാമൽ എന്ന് പറയുന്നത് മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള സബ്സ്റ്റൻസ് ആണ് ഇനാമൽ എന്ന് പറയുന്നത്. ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. മാത്രമല്ല ദ ഔട്ടർ കവറിങ് ഓഫ് ദ ടൂത്ത്, പല്ലിൻ്റെ ഏറ്റവും പുറം കവചമാണ് ഇനാമൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നോൺ ലിവിങ് ആണ്, നിർജീവമാണ്. രണ്ടാമത്തെ ഭാഗം ഡെൻഡൈൻ ആണ്. ഡെൻഡൈൻ എന്ന് പറയുന്നത് ലിവിങ് ടിഷ്യൂ വിത്ത് വിച്ച് ടൂത്ത് ഈസ് ഫോംഡ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ലിവിങ് ടിഷ്യൂ ആണ് ഡെൻഡൈൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി, ദ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദ ടൂത്ത്. പല്ലിൻ്റെ ഏറ്റവും ഉള്ളിലെ ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കാൾഡ് പൾപ്പ് ഈസ് ഇൻ. പൾപ്പ് എന്ന് വിളിക്കുന്ന സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കാണപ്പെടുന്ന ഭാഗമാണിത്. ബ്ലഡ് വെസൽസ്, നെർവ്സ്, ഓഡോൻഡോബ്ലാസ്റ്റ് സെൽസ് എക്സെട്ര ആർ സീൻ. രക്തക്കോലുകൾ, നാഡികൾ, എൻഡോബ്ലാസ്റ്റ് സെൽസ് ഇതൊക്കെ കാണപ്പെടുന്ന ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അടുത്തത് സിമൻറ്റമാണ്. പല്ലിനെ നമ്മൾ മോണലും ഉറപ്പിച്ച് നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് സിമൻറ്റം എന്ന് പറയുന്നത്. കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ്സ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ ജം. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് പല്ലിനുള്ളത്. ക്രൗണ്, നെക്ക്, റൂട്ട് എന്നീ 3 ഭാഗങ്ങളായിട്ടാണ് പല്ലിനെ തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ 3 ഭാഗങ്ങളിലാണ് ഇത്രയും ഭാഗങ്ങൾ പല്ലിനെ കുറിച്ചും പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ഭാഗം നോക്കുക. മെക്കാനിക്കൽ ഡൈജഷൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. The strongest peristalsis in the stomach convert food into paste form. The circular muscles of the stomach retain food in the stomach for ample time. അതായത് ആമാശയത്തിൻ്റെ അവിടെയുള്ള പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. പെരിസ്റ്റാൾസിസ് ആമാശയത്തിൻ്റെ മസിൽസിലുള്ള പെരിസ്റ്റാൾസിസ് ആഹാരത്തെ എന്ത് ചെയ്യുന്നു, കുഴമ്പ് രൂപത്തിലാക്കുന്നു, പേസ്റ്റ് ഫോമിലാക്കുന്നു. ദ സർക്കുലർ മസിൽസ് ഓഫ് ദ സ്റ്റൊമക്ക് റിട്ടേൺ ഫുഡ് ഇൻ ദ സ്റ്റൊമക്ക് ഫോർ ആംബിൾ ടൈം. ആമാശയത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശികൾ ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്നു. കുറച്ച് സമയം എന്ത് ചെയ്യുന്നു, ആമാശയത്തിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഇനി മെക്കാനിക്കൽ ഡൈജഷൻ്റെ അടുത്ത ഭാഗമാണ് സ്മാൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുന്നത്. ഈ സ്മാൾ ഇൻറ്റെസ്റ്റൈനിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെൻറ്റേഷൻ തുടങ്ങിയ മെക്കാനിക്കൽ പ്രോസസ്സ് ആഹാരത്തിൻ്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു. മെക്കാനിക്കൽ പ്രോസസ്സ് ഇൻ ദ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ such as peristalsis and segmentation help to facilitate the movement of food and mix food with the digestive juices. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെക്കാനിക്കൽ ഡൈജഷനെ കുറിച്ച് പറയാനുള്ളത്, അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചും പറയാനുള്ളത്. ഇനി അടുത്തത് സ്വാളോവിങ് ആണ്. സ്വാളോവിങ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങൽ. എന്താണ് വിഴുങ്ങൽ എന്ന് പറഞ്ഞാൽ? വിഴുങ്ങൽ പ്രക്രിയ എങ്ങനെയൊക്കെയാണ് നമുക്ക് നടക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ ഇതിൽ ഉണ്ട്, നോക്കാം. ആദ്യം നമ്മളെ സഹായിക്കുന്നത് ടങ്കാണ്, നാക്കാണ്. അതുപോലെ പാലറ്റ്, അണ്ണാക്ക്, പിന്നെ ഉവിള, ചെറുനാക്ക്, ഫാർനിക്സ്, ഗ്രസനി, എപ്പിഗ്ലോട്ടിസ്, പിന്നെ ഈസോഫാഗസ് പറഞ്ഞാൽ അന്നനാളം, പിന്നെ ട്രക്കിയ പറഞ്ഞാൽ ശ്വാസനാളം. ഇത്രയും ഭാഗങ്ങളാണ് നമ്മളെ വിഴുങ്ങാൻ സഹായിക്കുന്നത്. ഒന്നാമത്തെ ടങ്ക് എന്ന് പറയുന്നത്, ടങ്ക് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബാൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാലറ്റ്. നാക്ക് എന്ത് ചെയ്യുന്നു, ആഹാരത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു.
രണ്ടാമത്തെ ഉവ്യൂള ചെയ്യണത് ഉവ്യൂള ക്ലോസസ് ദ നാസൽ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺ ടു ഫാർനിക്സ് അല്ലേ, ഗ്രസണിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടക്കുകയാണ് ചെയ്യണത്. ഗ്രസണിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടക്കുന്നു. അടുത്ത നോക്കുക, പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ടങ് അലൗസ് ഫുഡ് ടു മൂവ് ഓവർ ദ എപ്പിഗ്ലോട്ടിസ് ഇൻ ദ ഈസോഫാഗസ്. നാക്കിൻ്റെ പിൻഭാഗം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നു, ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. ഇത് ഭാഗങ്ങളൊക്കെ മുകളിലത്തെ ചിത്രത്തിലുണ്ട്, അത് എന്ത് ചെയ്യുക, നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് ട്രക്കിയ റൈസസ് അപ്പ് ആൻഡ് ഈസ് ക്ലോസ്ഡ് ബൈ ദ എപ്പിഗ്ലോട്ടിസ്. ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടക്കുന്നു. ഓക്കെ, അപ്പോൾ ശ്വാസനാളം നമുക്ക് കഴിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ശ്വാസം വിടാൻ പാടില്ല എന്ന് പറയില്ലേ. അപ്പോൾ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തരിപ്പ് പോകും. ഓക്കെ, അപ്പം ഭക്ഷണം നമ്മളെ തൊണ്ടയിൽ കുടുങ്ങാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയണതിൻ്റെ അത് മനസ്സിലായല്ലോ. ഇനി പഠിക്കാനുള്ളത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചാണ്. മുമ്പ് പഠിച്ചാണെന്നിരുന്നാലും നമുക്കൊന്നുകൂടി കൃത്യമായിട്ട് വിശദമായിട്ട് പഠിക്കാം. ഒന്നാമത്തെ ഭാഗം നോക്കാം, മൗത്ത്, വായ് അല്ലേ. ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലേവറി അമിലേസിൻ്റെ സഹായത്തോടെ അന്നജത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് നമ്മുടെ വായിൽ വെച്ചിട്ടാണ്. ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് ബിഗിൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സലേവറി അമിലേസ് ഓഫ് സലേവ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സലേവറി ഗ്ലാൻഡ്സ്. രണ്ടാമത്തെ ഭാഗം നോക്കാം, ഈസോഫാഗസ് ആണ് അന്നനാളം അല്ലേ. പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്നു. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കുക, ആമാശയം, സ്റ്റൊമക്ക് ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. pH ക്രമീകരിക്കുന്നു. ഇതിലെ എൻസൈമുകളായ പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നതും ആമാശയമാണ്. ലീപ്പേസുകൾ കൊഴുപ്പിൻ്റെ ദഹനത്തെ സഹായിക്കുന്നു. ശ്ലേഷം ദഹനരസങ്ങളുമായി പ്രവർത്തനത്തിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് ഭാഗം നോക്കുക, ചെറുകുടൽ, സ്മാൾ ഇൻറ്റസ്റ്റൈൻ. കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നത് ചെറുകുടലാണ്. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കുന്നു. അതുപോലെ തന്നെ പ്രോട്ടിയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കുകയും ചെയ്യുന്നു. ലഘുപോഷക ഘടകങ്ങൾ, ജലം, വിറ്റാമിനുകൾ, മിനറൽസ് എന്നിവയുടെ ആഗിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക കരൾ എന്താ, ലിവർ എന്താ ചെയ്യണത്, പ്രൊഡ്യൂസ് ബൈൽ ആൻഡ് സ്റ്റോർസ് ഇറ്റ് ഇൻ ദ ഗാൾ ബ്ലാഡർ. പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയിൽ സംഭരിക്കുന്നത് ലിവറാണ്. അതുപോലെ പിത്തരസത്തിൽ എന്തില്ല, എൻസൈമുകളില്ല. ഇത് ഡുവോഡനം പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറുകണികളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. അടുത്തത് പാൻക്രിയാസ് ആണ്. പ്രൊഡ്യൂസേഴ്സ് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. ഇത് ഡുവോഡനം എന്ന് പറഞ്ഞാൽ പക്വാശയം എന്ന് പറയുന്നത്, പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ഇതിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നോക്കുക, അടുത്തത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. അൺഡൈജസ്റ്റഡ് ഫുഡ് സബ്സ്റ്റൻസസ് റീച്ച് ചെയ്യാർ, അല്ലെ, ദഹിക്കാത്ത ഫുഡ് എത്തുന്നത് ഇവിടെയാണ്. അവശേഷിക്കുന്ന വാട്ടറും അതുപോലെ തന്നെ മിനറൽസും ഒക്കെ വലിച്ചെടുക്കുന്നത് വൻകുടൽ വെച്ചാണ്. ഇവിടെയുള്ള ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ദഹനാവശിഷ്ടത്തെ രക്തം എന്ന് പറഞ്ഞാൽ മലാശയത്തിലേക്ക് എത്തിച്ച് അത് മലദ്വാരത്തിലൂടെ എന്ത് ചെയ്യുന്നു, ഏനസിലൂടെ പുറന്തള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ,
ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.